അഴീക്കോട്ടെ ഇടത് സ്വതന്ത്രൻ എം വി നികേഷ് കുമാർ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. രാവിലെ വടകരയിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സന്ദർശിച്ചതിനു ശേഷമാണ് നികേഷ് കണ്ണൂരിലെത്തിയത്. ഇടതുപക്ഷം കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതുകൊണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതെന്നും നികേഷ് കുമാർ പറഞ്ഞു. വടകരയിലെ സഹോദരീ ഗൃഹത്തിലുള്ള സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ സന്ദർശിച്ചതിനു ശേഷമായിരുന്നു എം വി നികേഷ് കുമാർ അഴീക്കോട് പ്രചരണത്തിന് തുടക്കമിട്ടത്. വടകരയിൽ നിന്ന് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ നികേഷിനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം എം വി ജയരാജൻ, പി കെ ശ്രീമതി എം പി, വിവിധ ഇടതു നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് കാൽടെക്സിലെ AKG പ്രതിമയിൽ പുഷ്പാർച്ചന. പിന്നീട് പയ്യാമ്പലത്തെത്തിയ നികേഷ് പിതാവ് എം വി രാഘവന്റെയും വിവിധ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ബലികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇടതുപക്ഷം കാലത്തിന്റെ അനിവാര്യതയാണെന്നും അതുകൊണ്ടാണ് ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും നികേഷ് പറഞ്ഞു. ഞാനിപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരരംഗത്തുള്ളത്. ഇടതുപക്ഷം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എന്റെ 20 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ശരിയോടൊപ്പം നിന്നായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇടതുപക്ഷം ശരിയുടെ ഒപ്പമായതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കഥാകൃത്ത് ടി പത്മനാഭൻ, അഴീക്കോടൻ രാഘവൻ തുടങ്ങിയവരുടെ വീടുകളിലും നികേഷ് സന്ദർശനം നടത്തി. തുടർന്ന് കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ വിദ്യാർത്ഥികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. നാളെ മുതൽ മണ്ഡലത്തിലെ വിവിധ ബൂത്ത് കമ്മിറ്റികളിൽ നികേഷ് പങ്കെടുക്കും. മീഡിയ 1